നെയ്യാറ്റിൻകര സമാധി വിഷയത്തിൽ പോലീസും ഭരണസംവിധാനവും നടത്തിയത് ധീരമായ ഇടപെടലാണെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. മനുഷ്യരെ അന്ധതയിലേക്ക് നയിക്കുന്ന ആശയങ്ങളുടെ ഗുഹയാണ് തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോപി കൂവോട് എഴുതിയ രണ്ടാമത്തെ പുസ്തകം പ്രവാസം കനലും കുളിരും പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കരിവള്ളൂർ മുരളി. സമൂഹത്തിൽ നമ്മുടെ മനസ്സിലും അടിഞ്ഞുകൂടുന്ന തിന്മകളെയും അഴുക്കുകളെയും കഴുകിക്കളയുന്നത് കലാപ്രവർത്തനത്തിലൂടെയാണെന്ന് നാം തിരിച്ചറിയണം. നെയ്യാറ്റിൻകര സമാധി വിഷയത്തിൽ പോലീസും നമ്മുടെ ഭരണസംവിധാനവും നടത്തിയത് ധീരമായ ഇടപെടലാണ്. ആധുനിക ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ അനുഭവമാണിത്. സമാധിയുടെ കോൺക്രീറ്റ് മാത്രമല്ല പൊളിഞ്ഞത്, മനുഷ്യരെ അന്ധതയിലേക്ക് നയിക്കുന്ന ഇത്തരം ആശയങ്ങളുടെ ഗുഹയാണ് തകർത്തതെന്നും ഇതോടെ ആൾദൈവമാക്കാനുള്ള ശ്രമം പാളിപ്പോയെന്നും കരിവള്ളൂർ മുരളി പറഞ്ഞു. ഒരാൾദൈവമാക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമമാണ്. പക്ഷേ കേരള പോലീസ് അതോടൊപ്പം തന്നെ ഭരണ സംവിധാനം എത്ര ഗംഭീരമായിട്ടാണത് കൈകാര്യം ചെയ്തതെന്നത് ഈ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ അനുഭവങ്ങളിലൊന്നാണ്. എത്രയോ മനുഷ്യരുടെ ഉള്ളിലാണ് ഇതിന്റെ നിഗൂഢത സൃഷ്ടിച്ചിട്ട് എപ്പോഴും നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ കൂടിയാണ് അതോടുകൂടി ആ കോൺക്രീറ്റിന്റെ ഒരു സ്ലാബല്ല പൊളിയുന്നത്, മറിച്ച് മനുഷ്യരെ ഇങ്ങനെ ഈ ഏറ്റവും വലിയ അന്ധതയിലേക്ക് നയിക്കുന്ന ഇത്തരം ആശയങ്ങളുടെ മുഴുവൻ ഒരു ഗുഹയാണ് അടിച്ചു പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഇതാണ് സയൻസിന്റെ ഒരു പ്രവർത്തനം. സമാധിയിലായ ആളെ, അത് ഗുളിക കഴിച്ചിട്ട് പോയിട്ട് സമാധിയിലിരിക്കുന്ന ആളെ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഇത് ധീരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. വലിയ കുറിയും വരയൊക്കെ ആയിട്ട് കുറെ ആൾ, അത് തൊടാൻ പാടില്ല, അത് ദൈവം തന്നെയാണ് എന്നൊക്കെ പറയാൻ ആളുകളുണ്ടായി. പുരോഗമന കലാസാഹിത്യ സംഘം കുറ്റിക്കോൽ മാനവ സൗഹൃദ മന്ദിരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് MV ജനാർദ്ദനൻ നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പ്രവാസകാലത്തെ അനുഭവങ്ങൾ വിവരിക്കുന്നതാണ് ഗോപി കൂവോടിന്റെ പ്രവാസം കനലും കുളിരും എന്ന പുസ്തകം. പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് സൗത്ത് പ്രസിഡന്റ് സുമതി അധ്യക്ഷത വഹിച്ചു. പ്രിയ സന്തോഷ്, E മോഹനൻ കുറ്റിക്കോൽ, T ബാലകൃഷ്ണൻ, V ജയൻ, CP ഗംഗാധരൻ, T ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.